വെൽക്കം ബാക്ക് ടു TVM ഫാമിലി ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. ട്രിപ്പായിട്ടല്ല, ജസ്റ്റ് ഒരു വിസിറ്റിംഗ് കൂടെയാണ്. അപ്പോൾ മാരേജിന് ശേഷം ഞങ്ങൾ ഐ തിങ്ക് ഒരു 1 year ബാക്ക് ഞങ്ങൾ വയനാട് ഒന്ന് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് വയനാടാണുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ്റെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു ട്രിപ്പും അറ്റൻഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം അത്രയും വലിയ ട്രാജഡി ഉള്ള ഒരു ട്രിപ്പായിരുന്നു അത്. അപ്പോൾ എനിക്ക് അതിനുശേഷം ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ആ ട്രിപ്പിന് പോയപ്പോൾ ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പപ്പയും ബ്രദറും വന്നിട്ടില്ലായിരുന്നു, അമ്മ മാത്രമായിരുന്നു വന്നതേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മോർണിംഗ് 6 o'clock എന്തോ ഒക്കെ ആയപ്പോൾ പോയി. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യം പറയാം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ മാരേജ് ഇന്ന് തലേ ദിവസത്തെ ഫംഗ്ഷൻ, അതായത് ഹൽദി പോലെ പയ്യൻ്റെ ഫംഗ്ഷനും, അതായത് പിറ്റേ ദിവസം മാരേജ്, ആ രീതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുക. അപ്പോൾ അവിടെ വയനാട് ഏതോ എനിക്ക് സ്പോട്ട് ഓർമ്മയില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു കോൾ വന്നു. അതിന് തൊട്ട് മുന്നേ എൻ്റെ പപ്പ എന്നെ കോൾ ചെയ്ത് കട്ട് ചെയ്തതാണ്. അതിനുശേഷം ഐ തിങ്ക് ഒരു 15 minutes കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു കോൾ വന്നു. പപ്പയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കോൾ വന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനേ പറ്റിയില്ല. കാരണം അമ്മ ഇവിടെ ആയിപ്പോയി, ഞാനും ഇവിടെ ആയിപ്പോയി, ആരും അവിടെ ഇല്ല. എൻ്റെ കൊച്ചു ബ്രദർ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ആ മാരേജ് കൂടാൻ പറ്റിയില്ല. അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത്. പെട്ടെന്ന് ട്രെയിൻ നോക്കിയിട്ട് തിരിച്ചു വരാനാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ ട്രെയിനും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് ഞങ്ങൾ അവസാനം ചൂസ് ചെയ്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബസ്സിൽ എങ്ങനെയെങ്കിലും നമുക്ക് വരണം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു അഡ്മിറ്റ് ചെയ്തത്. ഒരുപാട് ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പപ്പ 2nd floorൽ ജോലിയായിട്ട് നിന്നപ്പോൾ കാല് സ്കിപ്പായി തറയിൽ വീഴുമായിരുന്നു. 2nd floor താഴോട്ട് വീഴുമായിരുന്നു. വീഴ്ച എന്ന് പറയുന്നത് അപാര വീഴ്ചയായിരുന്നു. അതായത് ഒരു മതിലിൽ സൈഡിൽ ഫുള്ള് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അത്രയും നീളത്തിലുള്ള കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പിയുടെ പുറത്താണ് വന്ന് വീണത്. ശരിക്കും ആള് വീണത് ഫ്രണ്ട് തിരിഞ്ഞായിരുന്നുവെങ്കിൽ എന്താവുമെന്ന് ചിന്തിക്കാവുന്നല്ലേ നമുക്കുള്ളൂ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സൈഡ് ചരിഞ്ഞ് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെയാണ് വീണത്. വീണപ്പോൾ 7 ഭാഗത്ത് ഇങ്ങനെ ഓട്ട വീണതുപോലെ 7 എണ്ണം ഉണ്ടായിരുന്നു. അത് ചെറിയൊരു മുറിവല്ലല്ലോ, അത്രയും. പിന്നെ ഒരുപാട് ബ്ലഡ് അവിടെ വെച്ച് തന്നെ പമ്പായി എന്നൊക്കെ അന്ന് കണ്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ടില്ല. ആ സമയത്ത് ഞങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളൊരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങളൊരു ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മിന്നൽ ബസ് ബുക്ക് ചെയ്തു. ബസ്സിലാണ് വന്നത്. പിറ്റേന്ന് രാവിലെ, അതായത് ഞങ്ങൾ രാത്രിയാണ് അവിടെ തിരിച്ചെങ്കിലും പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളിവിടെ എത്തി പപ്പേനെ പോയി കണ്ട്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വേറൊരു പ്രശ്നം ഇല്ലായിരുന്നു. ആളൊക്കെ ആയിരുന്നു. ഞങ്ങളെ കണ്ടപ്പം ഒക്കെ ആയി എല്ലാ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരിടത്തും പോയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പോകാനുള്ള ഒരു അവസരം വന്നാൽ പോലും എന്തോ അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ. അപ്പോൾ ഇപ്പം വീണ്ടും ഞങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളൊരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മോർണിംഗ് ആണ്, ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞിട്ട് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ നാളെ പോകാനുള്ള കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടില്ല, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എനിക്ക് ഈ പോകുന്നതിന് ആ ഒരു ടൈമിന് മുന്നേ എല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ എനിക്ക് വേറെ എന്ത് ചെയ്താലും എനിക്ക് കിട്ടൂല അങ്ങനെ. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ്. റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ട്രിപ്പായിട്ടൊന്നുമല്ല, റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാവേ. എന്തിനാ പോകുന്നതെന്നുള്ളത് അവിടെ പോയിട്ട് കാണിച്ചു തരാം. പിന്നെന്താ, അപ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ ഇന്ന് എടുത്ത് വെക്കണം, ഡ്രസ്സൊക്കെ. അപ്പം നാളെ നമുക്ക് ട്രെയിൻ ടൈം വന്നിട്ട് 2 o'clock സംതിങ് ആണ് ടൈം. അപ്പം നേരത്തെ പോകണം നമുക്ക്. എന്നിട്ട് ഞാൻ ഇതുവരെ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇനി എടുത്ത് വെക്കാൻ പോവാണിപ്പോൾ.
പിന്നെന്താ രാവിലെ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമായിരിക്കും. എത്തിക്കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. പിന്നെ ഈ സമയത്തിന് എന്തെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ വേറെ എന്ത് ചെയ്താലും നമുക്ക് സെറ്റ് ആവുമല്ലോ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതായത് സാറ്റർഡേ മോർണിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ഈവനിങ് ഞങ്ങളിങ്ങ് തിരിച്ചു വരും കേട്ടോ. എന്ന് വെച്ചാൽ ജസ്റ്റ് 1 ഡേ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നത് റോൺ ചേട്ടൻ്റെ പപ്പയും അമ്മയുണ്ട്, പിന്നെ റോൺ ചേട്ടനുണ്ട്, ഞാനുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത് ഇത്തവണ. അപ്പോൾ പോയിട്ട് സൺഡേ തന്നെ വൈകുന്നേരം 4 മണിക്ക് റിട്ടേൺ ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റഷാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് അങ്ങോട്ട് പോകാൻ എടുക്കാൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്നിട്ടാണ് നമുക്കിപ്പോൾ കൺഫേം ആയത്. അപ്പോൾ തിരിച്ച് വരാനും കൂടെ ആ ടൈമിൽ തന്നെ അങ്ങ് എടുത്തു. അല്ലെങ്കിൽ പിന്നെ പാടല്ലേ, കിട്ടിയില്ലെങ്കിൽ പിന്നെ ബസ്സിൽ കയറി ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ എനിക്ക് വേണ്ടത് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ഡ്രസ്സ് വേണം. പിന്നെ അവിടെ ചെന്നിട്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവിടെ ചെന്നിട്ട് നിൽക്കാനുള്ള ഡ്രസ്സ് വേണം. പിന്നെ ബ്രഷ്, പിന്നെ എന്താ വേണ്ടേ, പിന്നെ നമുക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, അങ്ങനെ ഞാൻ പുറത്തിടാൻ വേണ്ടി ഒരു 3 ഡ്രസ്സും ഇട്ടുകൊണ്ട് പോകുന്നൊരു ഡ്രസ്സും കൂട്ടി 4 ഡ്രസ്സ്, പിന്നെ എന്താ അവിടെ ഇടാനുള്ളൊരു ഡ്രസ്സ്, പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ ആക്സസറീസ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര എടുത്ത് വെക്കാം. ഓക്കെ, വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ബാഗിലാക്കി വെച്ചാൽ സെറ്റായി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.